ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേര. ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെ പെർഫോമൻസോടെ കാണിക്കുന്നത്. ഞാനിന്ന് വെച്ചിരിക്കുന്ന 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഫോറക്സിൽ എപ്പോഴും ആക്യുറസി 30 മിനിറ്റ്സ് 1 hour ആണ്. അപ്പോൾ സിൽവർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ബൈ തന്നെ പോവുകയാണ്. ഇന്ന് മാർക്കറ്റ് വലിയൊരു ട്രേഡ് കിട്ടിയില്ല, സൈഡ് വേസ് ആണ് ഇന്ന് മാർക്കറ്റിൻ്റെ മൊമെൻറ്റിൽ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഡൗൺ സൈഡ് സിഗ്നൽ തന്നിട്ടുണ്ട്, പക്ഷേ കൺഫേംഡ് അല്ല, ട്രേഡ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിനകത്ത് നല്ല ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ 6:45 ശേഷം വന്ന സെല്ല് ഇപ്പോൾ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 15-16 പോയിന്റോളം ഇറങ്ങി നിൽക്കുകയാണ്. കുറച്ച് മുമ്പ് വന്ന ട്രേഡ്, അതായത് മാർക്കറ്റ് രാവിലെ ട്രേഡ് തന്നെങ്കിലും കുറച്ച് മുമ്പ് മാർക്കറ്റിൽ ഡൗൺ ഇറങ്ങിയിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് 760 പിടിച്ച ട്രേഡ് 63 വരെ, ഇപ്പോൾ 63ലാണ് റണ്ണിങ്, നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യും ഈ സ്ട്രാറ്റജി, ഇതിനകത്തൊരു എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാം, അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ഇരിക്കുന്നവർ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ട്രേഡ് മിസ് അടുത്ത ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ചാർട്ടിലൂടെ. നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇത്. സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ ഇതിനകത്ത് എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും. ഒരു സിഗ്നൽസ് വന്ന കറക്റ്റായിട്ട് ഇൻഫർമേഷൻ, അതിന് എൻട്രി എക്സിറ്റ് ടാർഗറ്റ്സ് എത്ര കൊടുക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ സെല്ല് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിൽവറിൻ്റെ സെല്ല് നോക്കുകയാണെങ്കിൽ സിൽവറിൻ്റെ സെല്ല് വന്ന അപ്രോക്സിമേറ്റ് 3:30 അതിൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് താഴെ. പക്ഷേ ഇത് കൺഫേംഡ് അല്ല, കാരണം ഇവിടെ കാണിക്കുന്ന കളർ ഓറഞ്ച് ആണ്, താഴെ ഗ്രീൻ ആണ്. അപ്പോൾ അത് കൺഫർമേഷൻ മാച്ച് അല്ല. ഇതിന് മുമ്പ് വന്ന സെല്ലും മാച്ച് അല്ല, ബൈ മാച്ച് ആയിരുന്നു, ബൈ കൺഫേംഡ് ആയിരുന്നു. ക്യാൻഡിൽ ഗ്രീൻ ഉണ്ട്, താഴെയും ഗ്രീൻ ഉണ്ട്. അവിടെ നിന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് 2-3 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കാൻ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോർവേഡ് നോക്കി കാണാം, അവിടെ നിന്ന് ബൈഡ് അപ്രോക്സിമേറ്റ് നല്ല റിട്ടേൺസ്, 2 ടാർഗറ്റ് അടിച്ച് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും 1 hour 30 മിനിറ്റ്സ്, 4 hour കുറച്ചുകൂടി ലോങ് ടൈമിലാണ്. 1 hour വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ലാസ്റ്റ് വന്ന ബൈ അപ്രോക്സിമേറ്റ് 1-ാം തീയതി വന്നതാണ്, അത് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് 806 പോയിന്റ് നമുക്ക് ടാർഗറ്റ് 3 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നല്ല ഡൗൺ ആയിരുന്നു മാർക്കറ്റ്, ഇപ്പോഴാണ് കുറച്ച് കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം ധൈര്യമായിട്ട്, കാരണം ബൈ തന്നെ നമുക്ക് റണ്ണിങ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം, നല്ല റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഗോൾഡും സിൽവറും. അപ്പം ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിനകത്ത് മാർക്കറ്റ് ഡൗൺ ആണ്. ഇന്നലെ മോർണിംഗിൽ ഡൗൺ ഉണ്ടായിരുന്നു, അതിന് ലാസ്റ്റ് അപ്പം കയറിപ്പോയി, നല്ല ട്രേഡ് ആയിരുന്നു. അതിന് മുമ്പ് മിക്കവാറും ട്രേഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ 30 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആദ്യം വന്ന സിഗ്നൽ കൺഫേം ഇല്ലായിരുന്നു, അത് കഴിഞ്ഞാണ് മാർക്കറ്റ് കൺഫേം ആയത്. ഇവിടെ നിന്നാണ് കൺഫർമേഷൻ വന്ന് മാർക്കറ്റ് ഇറങ്ങിയത്. ഇപ്പോൾ 13 പോയിന്റ് ഇറങ്ങി നിൽക്കുന്നു. പക്ഷേ 15 മിനിറ്റ്സിൽ നേരത്തെ സിഗ്നൽ വന്നിട്ടുണ്ട്, അവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കൺഫർമേഷൻ വന്ന് ചെറുതായിട്ട് ഇറങ്ങി, അവിടുന്ന് ചെറിയൊരു കയറ്റം കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് പിടിച്ച ട്രേഡ് ഇവിടെ ചെറിയ കയറ്റത്തിൽ നിന്ന് പിന്നെ ഇറങ്ങുമ്പോൾ അടുത്ത ട്രേഡ് ഇവിടെ പിടിക്കാം. അവിടുന്ന് അപ്രോക്സിമേറ്റ് 7.5 7.6 ആ റേഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല റിട്ടേൺസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആ സമയത്ത് സോഫ്റ്റ്വെയർ ഇവിടെ റീ എൻട്രി സജഷൻ ആയിട്ട് കാണിച്ചു തരികയും ചെയ്യും. അതേപോലെ തന്നെ ബൈ ട്രേഡും ഇതേപോലെ തന്നെ കൺഫർമേഷൻ വന്ന് അടുത്ത ക്യാനിൽ ട്രേഡ് എടുക്കാം. അവിടുന്ന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് സോഫ്റ്റ്വെയർ പറയുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ടാർഗറ്റ് കൂടുതലിടാം, നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഹോൾഡും ചെയ്യാം. ഓക്കെ, അപ്പം അത് എക്സ്ട്രാ കളർ സൈഡ് വേസ് ആണ്. അതേപോലെ തന്നെ 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ശേഷം പിന്നെ മാർക്കറ്റ് ഇറങ്ങാണ് റീ എൻട്രി തരും. ഓക്കെ, അപ്പോൾ ഇത് ഏത് മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യാൻ സ്ട്രാറ്റജിയാണ്. ഫോറക്സ് മാത്രമല്ല, കമ്മോഡിറ്റി മാർക്കറ്റിൽ അങ്ങനെ കംപ്ലീറ്റ്. ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലും നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗിൽ നമുക്ക് വന്ന 12:45 വന്ന് ബൈ ചെയ്യാം, അവിടെ നിന്ന് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന 43 പോയിന്റ്സ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടും ഇപ്പോഴും കയറി ഇപ്പോൾ റീ എൻട്രി 2ാമത് തന്നിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ട്രേഡുകൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതിൽ സ്ട്രോങ് ബ്രേക്കും ഫ്രേക്ക് ബ്രേക്കൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരും ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള ഫുൾ ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.